വീണ്ടും ശ്രീ സണ്ണി എം കവിക്കാട് എത്ര എവിഡന്റായാണ് അയാൾ അവിടെ ജാതിയും മതവും പറഞ്ഞിരുന്നത്, കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചിരുന്നത് എന്നുള്ളത് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുകയാണ്. വെളുത്തതാണെങ്കിൽ സിൻഡ്രലെ പോലെയാണ്, പിന്നീട് ഈ വെളുപ്പ് നിറത്തിനപ്പുറം മറ്റൊന്നും വേണ്ടതില്ല. പക്ഷെ കറുത്തതാണെങ്കിൽ അങ്ങനെയല്ല, അധിക്ഷേപിക്കപ്പെടേണ്ടവനാണ്, മാറ്റി നിർത്തപ്പെടേണ്ടവനാണ്, നിരന്തരം അപമാനിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള ബോധം ആ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ടല്ലോ, ഇനി ജീവിതത്തിൽ ഏതൊക്കെ നിലയിലെത്തിയാലും മറികടക്കാൻ കഴിയാത്ത നിലയിൽ ആയിപ്പോകുന്ന ഒരു ട്രോമ. ഇതിനൊക്കെ ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ശ്രീ സണ്ണി എം കബിക്കാട്? ആരാണ് ഇതിനൊക്കെ ഉത്തരം തരേണ്ടത്? ഇത് കാസ്റ്റിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ ഒരു വശം മാത്രമാണത്. ചില മനുഷ്യർ അവർ താഴ്ന്നവരും കൊള്ളരുതാത്തവരും കാണാൻ കൊള്ളാത്തവരും നല്ല സ്വഭാവം ഇല്ലാത്തവരാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ചില മനുഷ്യർ ജന്മം കൊണ്ട് തന്നെ പ്രിവിലേജ്ഡ് ആയിരിക്കുക. അവരാണ് എപ്പോഴും ഞാൻ ഇന്ന ജാതിയാണെന്ന് പറയുകയും സ്വന്തം ജാതി പേരിൻ്റെ കൂടെ എഴുതി നെറ്റിയിൽ ഒട്ടിച്ച് നടക്കുന്ന സംഗീത നമ്പ്യാരെ പോലുള്ള ആൾക്കാർ അതിൽപ്പെടുന്ന ഗണമാണ്. അവർക്ക് കാസ്റ്റ് ഒരു വലിയ ക്യാപിറ്റലായിരിക്കെ ദളിതർക്ക്, ഈ നിതിനൊക്കെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്ക് കാസ്റ്റ് അപമാനിക്കപ്പെടാനുള്ള കാരണമാണ്. അതിൻ്റെ പരിഹാരങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ശ്രീനാരായണ ഗുരുവും ഈ പറഞ്ഞ വിവേകാനന്ദനുമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തിന് എന്താണ് ഒരു പരിഹാരം? നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ ഇത്തരം വിവേചനങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് സംവിധാനമാണ് കേരളത്തിൽ ഒരുക്കിയിട്ടുള്ളത്? ഇത് കേരളത്തിലെ ഭരണാധികാരികളോടും പൊതുജന സമൂഹം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്ത് സംവിധാനമാണ് ഉള്ളത്? കേരളത്തിലെ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിച്ചേരുന്ന പാവപ്പെട്ടവരും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒക്കെ ആയിട്ടുള്ള, ആദിവാസികളൊക്കെ ആയിട്ടുള്ള കുട്ടികളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കാര്യക്ഷമമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മുടെ ഭരണാധികാരികൾ ബാധ്യസ്ഥമാണ്. ഞാൻ ഭരണാധികാരികൾ കുറ്റവാളികളാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ജാതിവിരുദ്ധ സമരങ്ങൾ ഇനി നടന്നാലും ഇല്ലെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഭരണഘടനാ പദവിയുള്ള ജനവിഭാഗമാണ്, ഭരണഘടനാ പ്രൊട്ടക്ഷനുള്ള വിഭാഗമാണ്. അവർക്കെതിരെ അതിക്രമം നടത്താൻ ഇന്ത്യയിൽ ഒരു പൗരനും അവകാശമില്ല. അതിക്രമം നടത്തിയാൽ അവൻ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും അവനെ ശിക്ഷിക്കുകയും ചെയ്യാൻ നിയമമുള്ള സ്ഥലമാണ് ഇന്ത്യ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് വിതിൻ ദ ക്യാമ്പസിനുള്ളിൽ എന്ത് സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ ഈ ഒരു കംപ്ലൈൻറ്റ് സെല്ലുണ്ടാക്കുക, വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ SMS ചെയ്ത് കൊടുക്കണം, കംപ്ലൈൻറ്റ് കൊടുത്താലേ എടുക്കുകയുള്ളൂ. ഇത് ദുർബലമായൊരു സംവിധാനമാണ്. മറിച്ച് ഇതിന് സെൻറ്റേഡായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്ന വിദ്യാർത്ഥിക്ക് ഈ ഇൻറ്റേർണൽ മാർക്കിൻ്റെ പ്രശ്നത്തെയും അധ്യാപകരെ പീഡനത്തെയും മറികടന്ന് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ എന്ത് സംവിധാനമാണ് കേരളം ഉണ്ടാക്കിയിട്ടുള്ളത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ബിന്ദു. അവർ ടീച്ചറായിരുന്നു. അവരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഇത് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ബിന്ദു ടീച്ചറിനെ മോശക്കാരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ അവരുടെ തലയ്ക്കകത്ത് ഇത് പോകാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ജാതിയില്ലെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അവർ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ജാതി ഉണ്ടെന്നും നിറം പ്രശ്നമാണെന്നും ദാരിദ്ര്യം അപമാനിക്കപ്പെടാൻ കാരണമാണെന്നും മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം, നിയമ സംവിധാനം ക്യാമ്പസുകളിലെ ഈ വിവേചനത്തെ മറികടക്കാൻ ഉണ്ടാക്കുക എന്നതാണ് കേരളം കാണിക്കേണ്ട മര്യാദ. അത് ഭരണഘടനയോട് കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ ഉദാരവതികളാരും ഉദാരത കോരിച്ചൊരിയേണ്ട തൽക്കാലം. അതൊക്കെ കൈവച്ചാൽ മതി. ഒരു ഉദാരതയുടെ ആവശ്യമില്ല. ഇത് റൈറ്റിൻ്റെ പ്രശ്നമാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണ്, റൈറ്റ് ടു ലീവിൻ്റെ പ്രശ്നമാണ്, അന്തസ്സായി ജീവിക്കാനുള്ളൊരു കാര്യമാണ്. അത് റാമിൻ്റെ സ്വഭാവം മോശമായതുകൊണ്ട് രാഘുലീശ്വർ പറയുന്നതൊക്കെ രാവണൻ്റെ സ്വഭാവമാണ്. രാമൻ്റെ സ്വഭാവമാണ് എന്താ മെച്ചമുള്ളത്? അപ്പോൾ അതൊക്കെ വിട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. രാമനും രാവണനും ശ്രീരാമനും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം
നമ്മളൊരു പരിഷ്കൃത സമൂഹമാണോ? വിവേചനങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കുട്ടികളോട് അയാൾ ചോദിക്കും അത്രേ, നീ എന്നെ ഗേ ആണോ എന്ന് ചോദിക്കും. എന്തോ വലിയ കുറ്റമാണത്രേ. ഇവരൊക്കെ കുലപുരുഷനാണ്, അതായത് പ്രശ്നം. കുലപുരുഷനും കുലസ്ത്രീയുമാണ്, അതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ആ കുട്ടികളെ ലോകം അംഗീകരിച്ച കാര്യമാണ്. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് മലയാളി ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ലൈംഗിക നിലയുള്ള മനുഷ്യർ ലോകത്തുണ്ടെന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. ഇതറിയാൻ മേലാത്ത പൊട്ടന്മാർ കയ്യിൽ ചരടും കെട്ടി വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് പിള്ളേരെ മെക്കിട്ട് കയറുന്ന ഒരു പരിപാടിയാണിത്. ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് സംവിധാനമില്ല, നിയമ സംവിധാനമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, ഈ അനുഭവം, ഇതിനു മുൻപ് സിദ്ധാർത്ഥിൻ്റെ അനുഭവം ഉണ്ടായി. കേരളം എങ്ങനെയാണ് പെരുമാറിയത്? അവനെ ആക്രമിച്ചു എന്ന് പറഞ്ഞവരെ എങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കാമെന്ന് ആലോചിച്ചത്. ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന വികൃതമായ മനസ്സുള്ളൊരു സമൂഹമാണ് നമ്മുടേത്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ആക്രമിക്കപ്പെടുന്നവൻ നമ്മുടെ സഹോദരനും ഞങ്ങളുടെ സഹപാഠിയുമാണെന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നണ്ടേ? അതല്ലാതെ കയറിയും കൊണ്ട് ആക്രമിച്ചാൽ മതിയോ? രജനി സാനന്ദ് ചാടി മരിക്കുന്നു, ഫീസ് കൊടുക്കാനില്ല, ചാടി മരിക്കുക. അപ്പം ഇതിന് പരിഹാരം വേണമെന്ന് എന്താ ആഗ്രഹിക്കാത്തത്? മോഡി എന്തായാലും ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കേന്ദ്ര RSS പോലെയുള്ള സംഘപരിവാർ ശക്തികൾ രോഹിത് ആക്ടിനെതിരെ അവർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് തടസ്സം ഉന്നയിച്ച് അത് സ്റ്റേ ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവരെല്ലാം ഇവരെ പ്രതിരോധിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു പരിഷ്കൃത സമൂഹമാണെങ്കിൽ ക്യാമ്പസുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അത് തടയുവാനും അതിനെ നിരുത്സാഹപ്പെടുത്തുവാനും എന്ത് സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.